നേപ്പാളിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അവസാനമില്ല. 2008 രാജഭരണം അവസാനിച്ചതിനു ശേഷം ഇന്നുവരെയും ഒരു സർക്കാരും 5 വർഷം തികച്ചു ഭരിച്ചിട്ടില്ല. 1.5 പതിറ്റാണ്ടിനിടെ 13 സർക്കാരുകൾ അധികാരത്തിൽ വന്നു. 2022 അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി പ്രചണ്ഡയുടെ സർക്കാരാണ് ഏറ്റവും ഒടുവിൽ വീണത്. 1.5 വർഷത്തിനിടെ 5 അവിശ്വാസ പ്രമേയത്തെയാണ് പ്രചണ്ഡ സർക്കാർ നേരിട്ടത്. ചൈനീസ് അനുകൂലിയായ KP ശർമ്മ ഓലിയാണ് പുതിയ പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭൂപ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നേപ്പാൾ ഭൂപടം പ്രസിദ്ധീകരിച്ചത് ഓലിയുടെ ഭരണത്തിലാണ്. ഡിസംബറിലാണ് പുഷ്പ കമൽ ദഹൽ എന്ന പ്രചണ്ഡ നേപ്പാൾ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. പ്രധാനമന്ത്രി പദത്തിലെ 3ാമത്തെ ഊഴമായിരുന്നു പ്രചണ്ഡയുടേത്. KP ശർമ്മ ഓലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെ പിന്തുണയോടെയാണ് പ്രചണ്ഡ സർക്കാർ രൂപീകരിച്ചത്. പക്ഷേ അധികാരത്തിലെ വടംവലി കാരണം ഓലി പിന്തുണ പിൻവലിച്ചു. പ്രചണ്ഡ പ്രധാനമന്ത്രിയായി 1.5 വർഷത്തിനിടയിൽ 5 പ്രാവശ്യം അവിശ്വാസ പ്രമേയത്തെ നേരിട്ടു. 4 പ്രാവശ്യം മറ്റു പാർട്ടികളുടെ പിന്തുണയോടെ അവിശ്വാസ പ്രമേയത്തെ മറികടന്നെങ്കിലും 5ാം വട്ടം പ്രചണ്ഡയുടെ കാലിടറി. 275 അംഗ പാർലമെന്റിൽ 138 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലേ അവിശ്വാസ പ്രമേയത്തെ മറികടക്കാനാകൂ. പക്ഷേ 63 പേർ മാത്രമാണ് പ്രചണ്ഡയെ പിന്തുണച്ചത്. 194 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റിൽ 32 അംഗങ്ങളാണ് പ്രചണ്ഡയുടെ പാർട്ടിക്കുള്ളത്. 2022 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം നേടാനായില്ല. തുടർന്നാണ് KP ശർമ്മ ഓലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പ്രചണ്ഡയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്റർ സഖ്യമുണ്ടാക്കിയത്. ആദ്യത്തെ 1.5 വർഷം പ്രചണ്ഡയും പിന്നീട് ഓലിയും പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു ധാരണ. തെരഞ്ഞെടുപ്പിൽ ഓലിയുടെ പാർട്ടിയും പ്രചണ്ഡയുടെ പാർട്ടിയും വെവ്വേറെയാണ് മത്സരിച്ചത്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷേർ ബഹാദൂർ ദൂബയുടെ നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്നാണ് പ്രചണ്ഡയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചത്. ആദ്യം ദൂബെ പ്രധാനമന്ത്രിയാകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചതോടെ പ്രചണ്ഡ സഖ്യം ഉപേക്ഷിച്ച് ഓലിയുടെ പാർട്ടിയുമായി ചേർന്നു. 89 സീറ്റ് നേടിയ നേപ്പാളി കോൺഗ്രസ് പാർട്ടി ആദ്യം പ്രധാനമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടത് സ്വാഭാവികമാണ്. കാരണം പ്രചണ്ഡയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 32 സീറ്റാണ് കിട്ടിയത്. ഓലിയും പ്രചണ്ഡയും ഒന്നിച്ചതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ നേപ്പാളി കോൺഗ്രസ് പ്രതിപക്ഷത്തായി. പക്ഷേ ഇതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഓലിയുടെ പാർട്ടി നാമനിർദ്ദേശം ചെയ്ത സ്ഥാനാർത്ഥിയെ പ്രചണ്ഡ പിന്തുണച്ചില്ല. പകരം നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി രാംചന്ദ്ര പൗഡേലിനെ പിന്തുണച്ചു. ഇതോടെ ഓലി പ്രചണ്ഡ സഖ്യം പൊളിഞ്ഞു. തുടർന്ന് നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടെ പ്രചണ്ഡ സർക്കാർ വിശ്വാസ വോട്ട് നേടി. നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് കൃഷ്ണ സിദ്ധൌലയെ ദേശീയ അസംബ്ലിയുടെ ചെയർമാനാക്കാൻ ദൂബെ നീക്കം നടത്തിയത് പ്രചണ്ഡയുടെ എതിർപ്പിന് കാരണമായി. അങ്ങനെ നേപ്പാളി കോൺഗ്രസുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് ഓലിയുടെ പാർട്ടിയുമായി പ്രചണ്ഡ വീണ്ടും സഖ്യമുണ്ടാക്കി. ഇതിനുശേഷം നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ ഓലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയിൽ പ്രചണ്ഡ വീണ്ടും വിശ്വാസ വോട്ട് നേടി. അധികാരത്തിലേറി 1.5 വർഷം കഴിഞ്ഞിട്ടും പ്രചണ്ഡ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാത്തതിനെ തുടർന്നാണ് ഓലിയുമായി വീണ്ടും തെറ്റിയത്. ഇത് പ്രചണ്ഡ സർക്കാരിന്റെ പതനത്തിന് വഴിയൊരുക്കി. CPN മാവോയിസ്റ്റ് പാർട്ടി നേതാവായ പുഷ്പ കമൽ ദഹൽ എന്ന പ്രചണ്ഡ രാജഭരണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഗറില്ല യുദ്ധം നടത്തിയ നേതാവാണ്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിൽ 17,000-ഓളം പേർ കൊല്ലപ്പെട്ടു. 2008 നേപ്പാളിൽ മാവോയിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത്. പ്രചണ്ഡയായിരുന്നു പ്രധാനമന്ത്രി. 1 വർഷം പൂർത്തിയാകും മുന്നേ ആദ്യ സർക്കാർ വീണു. അന്നു മുതൽ തുടങ്ങിയ രാഷ്ട്രീയ ശൂന്യത ഇന്നും തുടരുന്നു. KP ശർമ്മ ഓലിയുടെ തിരിച്ചുവരവ് ഇന്ത്യ നേപ്പാൾ നയതന്ത്ര ബന്ധത്തിൽ ചലനങ്ങളുണ്ടാക്കും. പരസ്യമായി ചൈന അനുകൂല നിലപാട് സ്വീകരിക്കുന്നയാളാണ് ശർമ്മ ഓലി. ഓലി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളായ ലിപ്ലേക്കും കാലാപാനിയും ഉൾപ്പെടുത്തി നേപ്പാൾ സർക്കാർ ഭൂപടം പ്രസിദ്ധീകരിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമായി ഓലി സർക്കാർ സഹകരിച്ചേക്കും. അതേസമയം ഇന്ത്യയുമായി സൗഹൃദ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഷേർ ബഹാദൂർ ദൂബയുടെ നേപ്പാളി കോൺഗ്രസ്. സ്ഥിരതയില്ലാത്ത സർക്കാരുകളും രാഷ്ട്രീയ അട്ടിമറികളും കാരണം
രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും മന്ദഗതിയിലാണ്.